കർത്താവ് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കമ്പ്യൂട്ടറിന്റെ കാര്യം ശരിയായിട്ടില്ല, ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് തൊട്ട് എനിക്കൊരു ട്രീറ്റ്മെന്റ്, ഭയങ്കര അൺബെയറബിൾ ബാക്ക് പെയിനിന് വേണ്ടി മസാജ് തുടങ്ങിയിട്ടുണ്ട്. ദൈവജനം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗലാത്യ ലേഖനത്തിന്റെ 1-ാം അധ്യായം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ സെക്ഷനിലാണ് നാം. 3-ാമത്തെ സെക്ഷൻ 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളാണ്. 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നിക്ഷേപം അല്ലെങ്കിൽ നിധി, അത് മൂഢന്മാര് മാത്രമേ അത് നശിപ്പിച്ചു കളയത്തുള്ളൂ. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഈ ക്രിസ്തു സഭയിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ മൂഢന്മാർ ഉണ്ട് എന്നുള്ളത് ദൈവവചനം ആവർത്തിച്ചോർപ്പിക്കുന്നു. മുടിയൻ പുത്രന്റെ കഥ, അത് 2 സഹോദരന്മാരെ കുറിച്ചായിരുന്നു. 2 പേരും മൂഢന്മാരായിരുന്നു. എന്നാൽ അതിൽ ഒരാൾക്ക് ബുദ്ധി അല്ലെങ്കിൽ വിസ്ഡം വന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതുപോലെ കർത്താവ് ഈ നിക്ഷേപം ചെയ്ത ആ സ്റ്റോറീസ് നമ്മൾ വായിക്കുന്നുണ്ട്. ദാസന്മാർക്ക് നാണയങ്ങൾ കൊടുത്തത്. ഒരു മിനിറ്റ്. അങ്ങനെയുള്ള എല്ലാ സ്റ്റോറീസിലും ദൈവത്തിൽ നിന്ന് ലഭിച്ചത്, യജമാനൻ ഇവിടെ ദൈവത്തെ കാണിക്കുന്ന, യജമാനിൽ നിന്ന് ലഭിച്ച ആ നിധി അല്ലെ ആ നിക്ഷേപത്തെ ഉപയോഗിക്കാത്ത ഒരാളെയെങ്കിലും നാം കാണുന്നു. ഗലാത്യറില് ഇതുപോലെ തന്നെ ദൈവവചനത്തില് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 തൊട്ട് 9 ഓർപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് ലഭിച്ച നിക്ഷേപത്തെ വേസ്റ്റ് ആക്കുന്നത് മൂഢന്മാരുടെ ജോലിയാണ്, അല്ലെങ്കിൽ മൂഢന്മാരുടെ പ്രവൃത്തിയാണ്. അതങ്ങനെ ഓർപ്പിക്കാൻ കാരണം ഗലാത്യർക്ക് എല്ലാ രീതിയിലും ദൈവം വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തതായിരുന്നു കൃപയുടെ സന്ദേശം. ആ കൃപയുടെ സന്ദേശം വിട്ട് അവർ പെട്ടെന്ന് കൃപയിൽ നിന്ന് ന്യായപ്രമാണത്തിന്റെ സന്ദേശത്തിലേക്ക് കടന്നു പോവുകയും ന്യായപ്രമാണം ആൻഡ് കൃപയും കൂടെ മിങ്കിൾ ചെയ്യാൻ അല്ലെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ നാം 2 പ്രാവശ്യം ശപിക്കപ്പെട്ടവർ എന്ന് കാണുന്നു. 8-ാം വാക്യത്തിന്റെ അവസാനം, 9-ാം വാക്യത്തിന്റെ അവസാനം ശപിക്കപ്പെട്ടവർ എന്നുള്ളത് കണ്ടു. കഴിഞ്ഞ ആഴ്ച ഇതെല്ലാം ഞാൻ കവർ ചെയ്തതാണ്. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മൾ ഇന്ന് ആത്മീക ജീവിതത്തിൽ ഒരു കംഫർട്ട് സോണിൽ വന്ന് നിൽക്കുവാണ്. ഒരു കാലത്ത് പട്ടിണിയായിരുന്ന കേരളം ഇന്ന് എല്ലാ രീതിയിലും സമ്പന്ന ഒരു രാജ്യമായി മാറി. എഡ്യൂക്കേഷൻ ഉണ്ട്, നമ്മുടെയൊക്കെ മക്കൾക്ക് നല്ല ജോലിയുണ്ട്, ന്യായമായ ജോലിയുണ്ട്. അതുകൊണ്ട് ഒരു കംഫർട്ട് സോണിൽ വന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുവാണ്. ആ കംഫർട്ട് സോണിൽ നിന്നിട്ട് നമ്മൾ ആത്മീക ജീവിതം നമ്മുടെ കംഫർട്ട് ഏതെങ്കിലും കാരണം കൊണ്ട് എടുത്തു മാറ്റുവാണെങ്കിൽ നമുക്ക് ആത്മീക ജീവിതം വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജസ്റ്റ് ഒരു ഉദാഹരണം പറയട്ടെ. പണ്ട് വിവാഹം നടത്തുന്ന ആളുകൾ ചോദിക്കുമായിരുന്നു, ഇന്നും ഈ നടക്കുന്ന വിവാഹം നടക്കാതിരിക്കാൻ എന്തെങ്കിലും ന്യായമായ കാര്യമുണ്ടെങ്കിൽ അത് പറയണം, പറഞ്ഞില്ലെങ്കിൽ ഇനിയും പറയരുത്. നിങ്ങളത് ഈ വിവാഹം നടന്നു കഴിഞ്ഞ് പറയുവാണെങ്കിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കട്ടെ. അടുത്ത ഇടയ്ക്ക് പല കല്യാണം നടത്തുന്ന ആളുകൾ ദൈവം നിങ്ങളെ ശിക്ഷിക്കട്ടെ എന്നുള്ള ആ ക്ലോസ് എടുത്തു മാറ്റി. അതിന് പകരം കുറച്ച് നല്ല കേൾക്കാൻ കർണരസമാറുമായ
ഭംഗിവാചകങ്ങൾ ചേർത്തു. എന്തൊരു സന്തോഷം! എത്ര വിശ്വാസികൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ മതി, ഇങ്ങനെ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി. അതല്ല ദൈവവചനത്തിന്റെ രീതി. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് ആത്മീക നാശനഷ്ടങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും വരുത്തുവാണെങ്കിൽ ദൈവവചനം ഉപയോഗിക്കുന്ന വാക്കാണ്, ഗലാത്യ ലേഖനം പറയുന്ന വാക്കാണ്, അവൻ അവൻ ശപിക്കപ്പെട്ടവൻ, അവൻ ശപിക്കപ്പെട്ടവൻ. അത് നമ്മൾ 8-ലും കാണുന്നു, 9-ലും കാണുന്നു. ദൈവവചനം വചനവിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അതിനുവേണ്ടി ബ്ലണ്ടായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പത്രോസ് അങ്ങനെ ഒരു കാലത്തും നടക്കരുത്, നടക്കാൻ പാടില്ല എന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് പറഞ്ഞപ്പോൾ സാത്താനെ നീ മാറിപ്പോന്നാ പറഞ്ഞ, അല്ലാതെ സാത്താന്റെ സന്തതിന്നോ സാത്താന്റെ ശിഷ്യനെന്നോ സാത്താന്റെ ആലോചന പ്രകാരം പ്രവർത്തിക്കുന്നവൻ നല്ല, നേരെ സാത്താൻ എന്നാ വിളിച്ചത്. ദൈവവചനം വളരെ ബ്ലണ്ടായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നിക്ഷേപം നമ്മൾ കെയർലെസ് ആകരുത്. ആയാൽ നമ്മൾ ശപിക്കപ്പെട്ടവരാണ്, ശാപം നമ്മൾ വിളിച്ചു വരുത്തുവാണ്. ഈ പ്രഖ്യാപനം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ ഞാൻ എടുത്ത ക്ലാസ്സിലുള്ള അതിന്റെ കംപ്ലീറ്റ് ഔട്ട്ലൈൻ BTI എന്നും പറഞ്ഞ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. BTI ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് അഭ്യർത്ഥിക്കുന്നത് ആ ഗ്രൂപ്പിൽ ചേരണം. അതിന്റെ നമ്പർ എനിക്കോ ഡോക്ടർ സനീഷിനോ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ചേർക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ സെക്ഷൻ 4 മൂവ് ചെയ്യുവാണ്. സെക്ഷൻ 4 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളാണ്. 10 തൊട്ട് 12. സെക്ഷൻ 4 നാം വായിക്കുന്നത് കൃപയുടെ സുവിശേഷം മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ മനുഷ്യരുടെ അടുത്ത് എത്തുന്നത്. കൃപയുടെ സുവിശേഷം നമുക്ക് നൽകിയതിനെ അവഗണിച്ചാൽ നമ്മൾ ശപിക്കപ്പെട്ടവരാണ്. അത് കഴിഞ്ഞ് അതിന്റെ കാരണം ഇവിടെ ദൈവാത്മാവ് വ്യക്തമാക്കുന്നു. 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നത് ഈ കൃപയുടെ സുവിശേഷം ദൈവത്തിൽ നിന്നാണ്. അപ്പൊ അത് ദൈവത്തിൽ നിന്ന് അല്ലെ, ദൈവമാണ് അതിന്റെ ഉദ്ഭവസ്ഥാനം. ആ ദൈവത്തിൽ നിന്നായതുകൊണ്ടാണ് നമ്മൾ അതിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 1:10, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. ഇത് ദൈവവചനം വളരെ ബ്ലണ്ടായിട്ട് ഓർപ്പിക്കുന്നത്, ദൈവജനത്തിന്റെ മുൻപിൽ 2 ചോയ്സേ ഉള്ളൂ. ഒന്നിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക. രണ്ടിന്റെയും കൂടെ മധ്യേ ഒരു കാര്യമില്ല. ഒന്നിൽ വെളിച്ചമായിരിക്കും, അല്ലെങ്കിൽ ഇരുളായിരിക്കും. വെളിച്ചവും ഇരുളും കൂടെ തമ്മിൽ മിങ്കിൾ ചെയ്തില്ലെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. സഭായുഗത്തിൽ കഴിഞ്ഞ 2000 വർഷങ്ങൾ നാം കാണുന്ന ഒരു കാര്യം, സഭ വളർന്ന് എല്ലാം കംഫർട്ടബിൾ ആയി കഴിയുമ്പോഴത്തേക്ക് ചില മനുഷ്യർ ലീഡർഷിപ്പ് കയ്യിലെടുത്ത് കാര്യങ്ങൾ അവരവരുടെ ഇഷ്ടപ്രകാരം നടത്താൻ ശ്രമിക്കും. അങ്ങനെ അവരവരുടെ ഇഷ്ടപ്രകാരം നടത്താൻ ശ്രമിക്കുമ്പോൾ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം നടക്കാനുള്ള വലിയ ഒരു
ടെംപ്റ്റേഷൻ ഉണ്ടാകും. ദൈവാത്മാവ് ഗലാത്യ സഭകളിൽ പൗലോസിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ യെരുശലേമിൽ നിന്ന് വന്നവർ വലിയ ഒരു വൻ ശക്തിയായിരുന്നു. വിശ്വാസികളാണ്, എന്നാൽ അതേ സമയത്ത് ഒരു പൊളിറ്റിക്കലി ഒരു വൻ ശക്തിയായിരുന്നു. അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആളുകൾ നോക്കി. ആൻഡ് സാധാരണ ഈ ആത്മീയ ഗോളത്തിലുള്ള വൻ ശക്തികൾ അത് റൈസ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്നതിന് അപ്പുറത്ത് ഒന്നും പഠിപ്പിക്കാൻ പാടില്ല. ഞാനിത് എപ്പോഴും കാണുന്ന കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ മെൻഷൻ ചെയ്തായിരുന്നല്ലോ, 30 വർഷം മുൻപാണ്, 29 വർഷം മുമ്പാണ് ഞാൻ ഒരു സീരീസ് ലേഖനങ്ങൾ എഴുതിയത്. പ്രജാപതി ക്രിസ്തുവല്ല. അന്ന് എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും പ്രജാപതിയുടെ പാട്ടും കീർത്തനമായിരുന്നു വേർപാട് സഭയിൽ. ഞാൻ 7 ലേഖനങ്ങൾ എഴുതിയായിരുന്നു. പ്രജാപതി ക്രിസ്തുവല്ല. എൻ്റെ ഒരു സഹപ്രവർത്തകൻ വന്ന് ഒരു ഉച്ച സമയം മുഴുവൻ എൻ്റെ കൂടെ ചെലവഴിച്ച് ഞാൻ ആ വിഷയത്തിൽ ഇനി എഴുതരുത് എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ ബ്രദർ പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആ ബ്രദർ പറഞ്ഞത്, ഈ പ്രജാപതി ക്രിസ്തു അല്ലെന്ന് പറഞ്ഞാൽ ഇന്ന അച്ചായന് വിഷമം ഉണ്ടാകുവാണെങ്കിൽ ജോൺസൺ അങ്കിൾ അത് പറയാൻ പാടില്ല. അത് ശരിയോ തെറ്റോ എന്നല്ല വിഷയം. പ്രജാപതി ക്രിസ്തു അല്ല എന്ന് പറഞ്ഞാൽ ഇന്ന അച്ചായന് വിഷമം ഉണ്ടാകുവാണെങ്കിൽ ജോൺസൺ അച്ചായന് അല്ലെ ജോൺസൺ അങ്കിൾ ആ വിഷയത്തെക്കുറിച്ച് എഴുതാൻ പാടില്ല. ഇതാണ് ഇവിടെ ദൈവാത്മാവ് പൗലോസിൽ കൂടെയും പറയിപ്പിക്കുന്നത്. ഞാൻ മനുഷ്യരെയാണോ പ്രസാദിപ്പിക്കുന്നത്? ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാണെങ്കിൽ ദൈവം എന്നിൽ പ്രസാദിക്കത്തില്ല, ദൈവം എന്നിൽ സന്തോഷിക്കത്തില്ല. ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കത്തില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടെംപ്റ്റേഷനാണ്. മനുഷ്യരെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ പുൽപ്പിറ്റ് പോകും, ആദായം പോകും, പബ്ലിക്കിലെ ചിലപ്പോൾ ഇമേജ് നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നിന്നാൽ ദൈവത്തിൽ നിന്ന് ദൈവപ്രസാദം ഇല്ലാതാകും, സ്ഥായിയായ നഷ്ടമായി മാറും. അപ്പോൾ ഒന്നില് മനുഷ്യന്റെ ഇഷ്ടപ്രകാരം നമ്മൾ നിൽക്കുക, ദൈവത്തിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുക, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 18 ഈ വിഷയം കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 3:18 ഞാൻ ദൈവം അനുവദിച്ചാല് വാക്യപ്രതിവാക്യം പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന വാക്യവുമായിട്ട് ബന്ധപ്പെട്ട ഏറെ വാക്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണമുണ്ട്. ദൈവവചനം നമ്മൾ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഏത് വിഷയം എടുത്തു പഠിച്ചു കഴിഞ്ഞാലും ആ വിഷയം മറ്റ് പലയിടത്ത് ആവർത്തിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. ആവർത്തനം, ദൈവവചന ആവർത്തനത്തെ ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മെ ദൈവവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു ടൂൾ ആയിട്ട് ദൈവവചന ആവർത്തനത്തെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു വിഷയം പഠിച്ചു പോകുമ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങൾ വായിച്ചു പഠിച്ചു പോകുന്നത് വളരെ പ്രയോജനം ചെയ്യും. ദുരുപദേഷ്ടാക്കന്മാർ എന്നും മനുഷ്യനെ പ്രീതിപ്പെടുത്താനാണ് നോക്കുന്നത്. ഫിലിപ്പി ലേഖനം 3:18 നാം വായിക്കുന്നത്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത്
അവരുടെ ദൈവം വയറാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് സത്യം പറയാൻ ആളുകൾക്ക് മടിയുള്ളത്? അവരുടെ വയറ് ദൈവമാണ്. ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചല്ലോ, എത്രയോ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് സഹോദരിമാര് പിന്നെ റിക്വസ്റ്റ് ചെയ്യുകയും സഹോദരന്മാർ വളരെ അഗ്രസീവായിട്ട് എന്നോടും ഡോക്ടർ സനീഷിനോടും പറയാറുണ്ട്, ഇന്ന ഒരു തെറ്റ് നമ്മുടെ ഇടയ്ക്ക് കാണുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ വേർപാടിൽ ഒരു ലേഖനം എഴുതണം. അപ്പൊ ഓക്കെ, ഇന്ന് ബ്രദർ ഇങ്ങനെ എഴുതി താ എന്ന് പറയുമ്പോ അവര് സാധാരണ പറയുന്ന എന്റെ സാഹചര്യം ഒക്കെ ബ്രദറിന് അറിയാമല്ലോ. അത് ഒരു ഭംഗിവാചകമാണ്. ആ ഭംഗിവാചകത്തിന്റെ അർത്ഥം ബ്രദറിന് അറിയാമല്ലോ, പുൾപിറ്റ് പ്രീച്ചർ ആയതുകൊണ്ട് ഞാൻ എത്ര കാശ് ഓരോ ആഴ്ചയിൽ ആർജിക്കുന്നുണ്ട്, ഈ വിഷയമൊക്കെ എഴുതാൻ പോയി കഴിഞ്ഞാൽ എന്റെ ആദായം ഇല്ലാതായി പോകും. അവരുടെ ദൈവം വയറ്, അത് അവര് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവവചനം ഓർപ്പിക്കുന്നത് ഇവർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളാണ്. അവരവരുടെ വയറിനെ സെർവ് ചെയ്യുന്ന ആളുകൾ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളാണ്. ഇതേ കാര്യം റോമാലേഖനം 16:18 നമ്മൾ വായിക്കുന്നില്ല, ഞാൻ വാക്യം പറയുന്നതേ ഉള്ളൂ, അത് നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. റോമർ 16:18, 2 പത്രോസ് 2:3. താങ്ക് യു ഡോക്ടർ സനീഷ്. സനീഷ് കമന്റ് ബോക്സിൽ വാക്യങ്ങൾ പോസ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. ആരെങ്കിലും മിസ് ചെയ്ത് അതൊന്ന് നോക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയും മാത്രമല്ല, അവരുടെ വയറ് ദൈവമാണെന്ന് മാത്രമല്ല, അവരുടെ വയറ് ദൈവമായതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ദൈവവചനത്തെ അവർ മനുഷ്യരുടെ ടേസ്റ്റിന് അനുരൂപമായിട്ട് പഠിപ്പിക്കുന്നു. യെരമ്യാവ് 23:16-17 നാം വായിക്കുന്നത്, യെരമ്യാവ് 23:16-17 വായിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്, അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു, യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്ന് പറയുന്നു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് ഈ കംഫർട്ട് സോണിൽ നിൽക്കുന്നവർ, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവർ, അവർ മനുഷ്യർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൈവവചനത്തെ വളച്ച് ഒടിച്ച് പ്രസന്റ് ചെയ്യും. ആൻഡ് അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതില് മനുഷ്യരെ പ്രസാദിപ്പിക്കുകയാണ്. അടുത്ത ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ ചിലരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ, വേർപാടുകാരനാണ്, എനിക്ക് ഒരു ഓഡിയോ അയച്ചു തന്നു. ബ്രദറെ, ഇങ്ങനെ തെറ്റെന്ന് പബ്ലിക്കലി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പിന്നെ എന്ത് ചെയ്യണം ബ്രദറെ? അത് തെറ്റ് പഠിപ്പിച്ച ആളിനോട് വിളിച്ച് രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട്, ഈ തെറ്റ് പഠിപ്പിക്കുന്ന ആളുകള് തെറ്റ് പഠിപ്പിക്കുന്നത് 10,000 ലക്ഷക്കണക്കിന് ആളുകൾ അത് വായിക്കുന്നു, കേൾക്കുന്നു, കാണുന്നു. അപ്പൊ ഞാൻ ആ വ്യക്തിയെ വിളിച്ച് ചെവിയിൽ പറഞ്ഞു കഴിഞ്ഞാല് സംഭവിക്കാൻ പോകുന്നത് എന്താ? ഈ തെറ്റ് പഠിപ്പിച്ച അല്ലെങ്കിൽ ഈ തെറ്റ് വായിച്ച് അല്ലെ വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട 10,000 ലക്ഷക്കണക്കിന് ആളുകൾ അവര് ആ തെറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്താണ് ബ്രദർ ആഗ്രഹിക്കുന്നത്? എന്താ ആഗ്രഹിക്കുന്നതെന്നുള്ളത് വ്യക്തമാക്കട്ടെ. അവര് തെറ്റ് പഠിപ്പിക്കട്ടെ. ബ്രദർ
തിരുത്താൻ പോകണ്ട, അവരുടെ ചെവിയിലോട്ട് പറഞ്ഞാൽ മതി. ഇത് തന്നെയാണ് ഈ പ്രവാചകന്മാരെ കുറിച്ച് ദൈവവചനം പറയുന്നത്. നിങ്ങൾ പറയുന്നത് ശരി, നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ശരി, അത് തിരുത്താൻ പോകുന്നില്ല. സത്യം പഠിപ്പിച്ചാല് അത് ആളുകൾക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. വേദപുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സത്യം പഠിപ്പിച്ചപ്പോൾ പരീശന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, സദൂക്യർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഹെരോദിയൻസിന് ഇഷ്ടപ്പെട്ടില്ല. ഇവർ 3 പേരും തമ്മിൽ യാതൊരു രീതിയിലുള്ള യോജിപ്പില്ലായിരുന്നു. പരീശന്മാര് സദൂക്യർക്കെതിരെയായിരുന്നു, സദൂക്യരെ എല്ലാവർക്കും എതിരായിരുന്നു. ഹെരോദിയൻസ് ഇവർക്കെല്ലാം എതിരായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സത്യം പഠിപ്പിച്ചപ്പോ ഇവരെല്ലാം കർത്താവിനെതിരെ ഒന്നിച്ചുകൂടി. സോ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്, സത്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾ എതിരാകും. എന്നാൽ നമ്മൾ സത്യത്തിന് പകരം കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, സത്യവുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കും. എന്നാൽ ദൈവം പ്രസാദിക്കത്തില്ല. ഈ ഐഡിയ വേറെ പല വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 1 തെസ്സലോനിക്കർ 2:4. ഞാൻ ചിലത് വായിക്കാം, ചിലത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടി. 1 തെസ്സലോനിക്കർ 2:4 നാം വായിക്കുന്നത്, ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മൾ ജീവിക്കുന്ന തലമുറയിൽ ആരും, അല്ലെങ്കിൽ ഒരു നല്ല ശതമാനം ആളുകൾ അവരുടെ ആ ഒരു വളരെ സുഖം തോന്നുന്ന ഒരു മേഖല വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സുരക്ഷിത മേഖല വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മൾ മനുഷ്യരെ അല്ല, ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കണം എന്ന് ദൈവവചനം ഇവിടെ വളരെ വ്യക്തമാണ്. ഒരു ബൈബിൾ ടീച്ചർ ആയതുകൊണ്ട് എനിക്കിത് വലിയൊരു സ്ട്രഗിൾ ആണ് ജീവിതത്തിൽ. വളരെ ഉപദേശം മാത്രമുള്ള വിഷയം, പ്രായോഗിക ജീവിതം വാ പൊളിച്ചു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ വന്ന് പറയും, ഇങ്ങനൊന്നും സംസാരിക്കരുത്, ഇതൊന്നും ആരും അറിയേണ്ട ആവശ്യമില്ല. ഈവൻ ഉപദേശ വിഷയങ്ങൾ സംസാരിച്ചു കഴിയുമ്പോൾ ചിലരൊക്കെ വന്ന് പറയാറുണ്ട്, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ആളുകൾ തന്നെത്താനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഗലാത്യ ലേഖനം 1:10 നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്യത്തെ ഇത് സപ്പോർട്ട് ചെയ്ത് പറയുന്നത്, ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഈ വാക്യം ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിനു കോംപ്രമൈസ് ചെയ്തു, ആർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തെന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം മനസ്സിലാക്കുന്നു. ആൻഡ് നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ സംസാരിച്ചാല് ആ കർത്താവ് ഒരു രീതിയിലും സന്തോഷിക്കത്തില്ല എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 5:29. അപ്പോസ്തല പ്രവൃത്തി 5:29. അതിന് പത്രോസും ശേഷ അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:29. ഇവിടെ ഇന്ന് ഈ ഓഡിയൻസിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാരിൽ പലർക്ക് ടീച്ചിങ് മിനിസ്ട്രി ഉണ്ട്. ബ്രദേഴ്സിന്റെ ഇടയ്ക്കുണ്ട്, സിസ്റ്റേഴ്സിന്റെ ഇടയ്ക്കുണ്ട്. അതുപോലെ പലർക്ക് ഒരു പബ്ലിക് ടീച്ചിങ് മിനിസ്ട്രി ഇല്ലെങ്കിൽ തന്നെ വിശ്വാസികളോട് സംസാരിക്കുമ്പം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ വിഷയങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നു.
അങ്ങനെയുള്ള എല്ലാവരും ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. ഗലാത്യർ 1:10. നമ്മൾ ആവർത്തിച്ച് നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കൊലോസ്യർ അതുപോലെ തന്നെ അടുത്ത വാക്യമാണ് കൊലോസ്യർ 3:23. ഞാൻ വായിക്കുന്നില്ല. കൊലോസ്യർ 3:23. ഇതും ഇതേ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നു. ഇതിന്റെ എല്ലാം പുറകെയുള്ള കാര്യം, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ആ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നതിന്റെ കാരണം സദൃശ്യവാക്യം 29:25 നമുക്ക് ലഭിക്കുന്നു. സദൃശ്യവാക്യം 29:25. അവിടെ നാം വായിക്കുന്നത്, സദൃശ്യവാക്യം 29:25 വായിക്കുന്നത്, മാനുഷഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. മനുഷ്യനെ ഭയപ്പെട്ടു പോയോ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കെണിയായി തീരുന്ന ദൈവവചനം ഓർപ്പിക്കുന്നു. ഇന്ന് പലർ ദൈവവചനം അറിഞ്ഞിട്ട് പോലും അത് വ്യക്തമായിട്ട് പഠിപ്പിക്കാത്തതും, അത് പഠിപ്പിക്കുന്നതിന് പകരം അതും ഇതുമൊക്കെ പഠിപ്പിക്കുന്നതിന്റെ റൂട്ട് കോസ് മാനുഷ ഭയമാണ്. ഇന്ന അച്ചായൻ ഇഷ്ടമില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് ജോൺസൺ ചായൻ ആ വിഷയം സംസാരിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇന്ന അച്ചായൻ ഇഷ്ടമുണ്ട് ഇല്ല എന്നുള്ളതാണ് ഇവിടെ മെയിൻ വിഷയം. ദൈവവചനം ഓർപ്പിക്കുന്നത് മാനുഷഭയം ഒരു കെണിയാകുന്നു. അതിന് പകരം യഹോവയിൽ ആശ്രയിച്ചാൽ രക്ഷ പ്രാപിക്കും. മനുഷ്യനിൽ ആശ്രയിച്ചാലോ, അത് നാം 8-9 വാക്യങ്ങളിൽ വായിച്ചു. മനുഷ്യനിൽ ആശ്രയിച്ചാൽ ശാപം, ദൈവത്തിൽ ആശ്രയിച്ചാൽ രക്ഷ. അതുകൊണ്ട് മുൻപോട്ട് പോകുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ ഈ കോൺഗ്രിഗേഷനില് ദൈവം തൻ്റെ വചനം പുൾപിറ്റിൽ കൂടെയോ വ്യക്തിപരമായിട്ടോ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള സഹോദരന്മാരെയും സഹോദരിമാരെയും, 2 ഗ്രൂപ്പ് ഇതിലുണ്ട്. നിങ്ങളുടെയൊക്കെ പേര് എനിക്കിവിടെ എൻ്റെ സ്ക്രീനിൽ കാണാനുണ്ട്. നിങ്ങളിൽ പലർക്ക് ദൈവം ടീച്ചിങ് മിനിസ്ട്രി നൽകിയിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ടീച്ചിങ് മിനിസ്ട്രി ഇല്ലാത്ത പല സഹോദര സഹോദരിമാർ ഉണ്ട്. അവർ ദൈവവചനത്തെക്കുറിച്ച് വ്യക്തിപരമായ സംസാരത്തിൽ ദൈവജനത്തോട് സംസാരിക്കാറുണ്ട്. അവരെ എല്ലാരെയും ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുന്നത്, മാനുഷഭയം ഒരു കെണിയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ മാറി നിൽക്കണം. ഈ മാനുഷഭയം ഒരു കെണിയാകുന്നതിന് മറ്റൊരു കാര്യം കൂടെ, അത് യോഹന്നാൻ 12:43 നാം വായിക്കുന്നു. യോഹന്നാൻ 12:43. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാൽ ഉള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ആക്ച്വലി ദൈവത്താലുള്ള മാനം പെട്ടെന്ന് കാണാൻ സാധിക്കത്തില്ല, കണ്ണുകൊണ്ട് പെട്ടെന്ന് കാണാൻ സാധിക്കത്തില്ല. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മാനം ചിലപ്പോൾ നാം വിശ്വസ്തയോടെ നിന്ന് ആത്മീക ജീവിതത്തിൽ ദൈവവചനം പഠിപ്പിക്കുകയും വിശ്വസ്തത പാലിക്കുകയും ചെയ്തു കഴിഞ്ഞ് ചിലപ്പോൾ 10-20 അതിലധികം വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ദൈവത്തിൽ നിന്നുള്ള മാനം നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ മനുഷ്യനിൽ നിന്നുള്ള മാനവും അപമാനവും ഇമ്മീഡിയറ്റ്ലി കാണാൻ സാധിക്കും. അതിന്റെ കാരണം കൊണ്ട് നമ്മിൽ പലരെ ഭയത്തിന്റെ കാരണം കൊണ്ട്, മാനത്തെ മോഹിക്കുന്നതിന്റെ കാരണം കൊണ്ട് ദൈവത്തിൽ നിന്നുള്ള മാനത്തെക്കാൾ മനുഷ്യനിൽ നിന്നുള്ള മാനത്തെ അധികം സ്നേഹിക്കുന്നു. അതിന്റെ കാരണം കൊണ്ട് നമ്മളിപ്പോ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം
ഗലാത്യ ലേഖനം 1:10. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നു. ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിക്കുന്നവർ മനുഷ്യരിൽ നിന്നുള്ള മാനം ലഭിക്കുമോ ഇല്ലയോ, അത് അപമാനമായി മാറുമോ എന്ന് അത് ഭയന്ന് ആ മാനുഷ്യ ഭയം അവരുടെ ജീവിതത്തിൽ ഒരു കെണിയായി തീർന്ന് ആ കെണിയിൽ പെട്ട് ദൈവവചനം പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാറില്ല എന്ന് ഓർപ്പിക്കുന്നു. ആവർത്തിച്ച് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണല്ലോ കംഫർട്ട് സോൺ. ആരെയും വെറുപ്പിക്കേണ്ട, സുഖമായിട്ട് കാര്യങ്ങൾ നടക്കണം. അതിൻ്റെ എല്ലാ റൂട്ട് കോസ് ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെയും അപമാനത്തെയും നാം നോക്കുന്നു. മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിക്കുന്നു, മനുഷ്യരാലുള്ള അപമാനത്തെ ഭയക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില വാക്യങ്ങളൂടെ പറയട്ടെ, നമ്മൾ വായിക്കുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24, മത്തായി 6:24. ഇത് നമുക്കറിയാവുന്ന ഒരു വാക്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഒരു മനുഷ്യന് 2 യജമാനന്മാരെ സെർവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒന്നേ നമ്മൾ ദൈവഭയത്തോടെ ദൈവത്തെ ശുശ്രൂഷിക്കണം, അല്ലെങ്കിൽ മാനുഷ്യ ഭയത്തോടെ മനുഷ്യനെ ശുശ്രൂഷിക്കണം. രണ്ടും ഒന്നിച്ച് നടക്കത്തില്ല. മനുഷ്യഭയത്തോടെ മനുഷ്യനെ ശുശ്രൂഷിച്ച് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ആ വ്യക്തി അവനോനെ തന്നെ വഞ്ചിക്കുവാണ്. 2 യജമാനന്മാരെന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഇല്ല, പ്രത്യേകിച്ച് ദൈവരാജ്യത്തിൽ. നമ്മൾ ഒന്നിൽ ദൈവത്തെ സെർവ് ചെയ്യും, അല്ലെങ്കിൽ മനുഷ്യനെ സെർവ് ചെയ്യും. ഗലാത്യയിൽ നടന്നുകൊണ്ടിരുന്നത് അവർക്ക് കൃപയും വേണം, മനുഷ്യരെ പ്രസാദിപ്പിക്കുകയും വേണം. അവരോടാണ് ദൈവാത്മാവ് പറയുന്നത്, അല്ലെ ദൈവാത്മാവിന്റെ പ്രേരണയോടെ പൗലോസ് പറയുന്നത്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇന്ന്, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൽ, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയുള്ള ടെംപ്റ്റേഷൻ, പരീക്ഷയാണ് വളരെ അധികം. എല്ലായിടത്തും ഉണ്ട്. ഏതെങ്കിലും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാള്, ഏതെങ്കിലും വൈകൃതത്തെ പഠിപ്പിക്കുന്ന ഇൻഫ്ലുവൻസ് ഉള്ള ഒരാള് എന്നെ ബൈബിൾ ക്ലാസ് എടുക്കാനോ പ്രസംഗിക്കാനോ വിളിക്കുമ്പം എത്രയോ സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നതിന് മുൻപ് എന്നെ വിളിച്ച് പല രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ തരാറുണ്ട്. അച്ഛൻ ഇവിടെ പഠിപ്പിക്കുമ്പം ഇന്ന വിഷയം തുടരും. അതെന്നാ കാരണം? അത് മൂപ്പന്റെ മോന് ഒരു പെന്തിക്കോസ്തുകാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്യഭാഷാ ഭാഷണം, ഹീലിംഗ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ വലിയ പ്രശ്നം, അവള് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അച്ചായൻ ആ വിഷയങ്ങൾ ഇവിടെ സംസാരിക്കരുത്, അത് മൂപ്പൻ അച്ചായന് ഇഷ്ടമില്ല. ഇത് ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലുള്ള വേറെ പല കാര്യങ്ങൾ ഞാൻ ക്ലാസ്സസ് എടുക്കാൻ പോകുമ്പോൾ ആളുകൾ ഇൻസ്ട്രക്ഷൻ തരാറുണ്ട്. മൂപ്പൻ അച്ചായന് ഇഷ്ടമില്ല, അല്ലെ സഭയിൽ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ആളിന് ഇഷ്ടമില്ല, അല്ലെങ്കിൽ അച്ചായനെ വിളിച്ച് വണ്ടിക്കൂലി സ്പോൺസർ ചെയ്ത ഇന്ന ആളിന് ഇഷ്ടമില്ല. മാനുഷ്യഭയം ഒരു കെണിയാണെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. 2 ദൈവത്തെയും മാമോനെയും രണ്ടും കൂടെ ഒന്നിച്ച് സ്നേഹിക്കുവാനും സെർവ് ചെയ്യാനും സാധിക്കത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മറ്റ് 2 വാക്യങ്ങളാണ് റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യം. റോമർ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ.
നമ്മൾ ലോകത്തിന് അനുരൂപമായി തീരരുതെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. മാനുഷ്യ ഭയം കൊണ്ട് നാം ഉപദേശ വിഷയങ്ങളിൽ അനുരഞ്ജനം കാണിച്ചാൽ നാം ലോകവുമായിട്ട് അനുരഞ്ജനം ചെയ്ത് ലോകവുമായിട്ട് അനുരൂപമായി തീരുവാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നാം ശ്രദ്ധിച്ചു വായിക്കേണ്ട മറ്റൊരു വാക്യമാണ് എഫേസ്യ ലേഖനം 6:6. എഫേസ്യർ 6:6. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാൽ അല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും. അത് കഴിഞ്ഞ് മുന്നോട്ടുണ്ട്. നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നതെന്ന് ഗലാത്യ ലേഖനം 1:10 പറയുമ്പോൾ ഈ വിഷയം വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ മറ്റ് എത്ര 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 ഭാഗത്താണ് ഇതേ വിഷയം ആവർത്തിച്ച് പറയുന്നതും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കാരണം പറയുന്നത് മാനുഷ്യഭയം. ഈ ഗലാത്യർ 1:10 വിട്ട് മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ ഇവിടുള്ള സഹോദര സഹോദരിമാരെ ഞാൻ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നമ്മൾ കംഫർട്ട് ആഗ്രഹിക്കുന്ന ഒരു യുഗത്തിലാണ്. ആത്മീക ജീവിതത്തിലും നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നാം ഒരു സുരക്ഷിത മേഖല വിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനം വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ ആരെങ്കിലും അതിനെ എതിർക്കും, ആരെങ്കിലും അതിനെതിര് പറയും. അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതിനു മുൻപും നിങ്ങളോട് ഈ ആഴ്ച എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞല്ലോ. ദൈവവചനത്തെ ഡിഫെൻഡ് ചെയ്ത് ഞാൻ ഈയിടെ കുറെ വീഡിയോസ് ഇറക്കുന്നുണ്ട്. അതില് ഒരു സ്ത്രീ, ഒരു സഹോദരി എനിക്ക് എഴുതിയതാണ്, ദൈവവചനത്തിൽ തെറ്റില്ലെന്ന് പറയാൻ നീ ആരാ, ദൈവമാണ്. ആ ഭാഷ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദൈവവചനത്തിൽ തെറ്റില്ലെന്ന് പറയാൻ നീ. ഞാൻ പ്രോബബ്ലി ആ സഹോദരിയുടെ അപ്പന്റെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. ദൈവവചനത്തിൽ തെറ്റില്ലെന്ന് പറയാൻ നീ ആരാ, ദൈവമാണ്. അപ്പൊ ദൈവവചനത്തിൽ തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ആ സഹോദരിക്ക് എന്നാണ് പ്രശ്നം? ആ സഹോദരി ഇന്ന് ജീവിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. നമ്മിൽ ധാരാളം ആളുകൾ ഇന്ന് സർവതന്ത്ര സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, അരാജകത്വം ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവവചനത്തിൽ തെറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവവചനം പറയുന്നതെല്ലാം അനുസരിക്കണം എന്നാകും. അതേ സമയത്ത് ദൈവവചനത്തിൽ തെറ്റ് ഉണ്ട് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിൽ തെറ്റുണ്ട്, മറ്റ് ബുക്സിനെ പോലെയാണ്, അതുകൊണ്ട് ദൈവവചനത്തിൽ പറയുന്നത് എല്ലാം ഒന്നും ശ്രദ്ധിക്കേണ്ട, എല്ലാം ഒന്നും നമ്മൾ ശ്രവിക്കേണ്ട, എല്ലാം ഒന്നും അനുസരിക്കേണ്ട എന്ന് പറയാം. ദൈവവചനത്തിൽ തെറ്റില്ലെന്ന് ആരെങ്കിലും എംഫാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കൺട്രോൾ വിട്ടുപോവുകയാണ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞിട്ട് ഈ വർഷം ഏപ്രിലിൽ 40 വർഷമായി. എന്നാൽ ഈ 40 വർഷങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ച ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് ആളുകൾ എന്നെ അറ്റാക്ക് ചെയ്തു. അതിനോട് ഒരു കാര്യം കൂടെ പറയേണ്ടത് ആവശ്യമാണ്. 10-9 പേര് അവർക്ക് വളരെ പ്രയോജനം ഉണ്ടായെന്നും
അവരുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടിയെന്നും ദൈവവചനത്തോട് കൂടുതൽ സമർപ്പണത്തോടെ ജീവിക്കാൻ സഹായിച്ചു എന്നാണ് 10ൽ നിന്ന് 9 പേര് എഴുതിയത്. അതുകൊണ്ട് ഞാൻ ചിലരെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ മാത്രമേ എനിക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്നാൽ 10ൽ ഒരാൾ വെച്ച് അറ്റാക്ക് തന്നെ അറ്റാക്കാണ്. കാരണം എന്ത്? ദൈവവചനം പഠിപ്പിക്കുന്ന ആളുകൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതേ പഠിപ്പിക്കാവൂ എന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ഈ വാക്യം വിട്ട് മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കട്ടെ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്? ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ എല്ലാം മുൻപിൽ വിട്ടിട്ട് അടുത്ത വാക്യത്തിലോട്ട് പോകുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-ഉം 12-ഉം. ഇത് ആ 4-ാം സെക്ഷനിൽ തന്നെ പെട്ടതാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം സെക്ഷൻ. അതില് 4-ാം സെക്ഷനിൽ നാം വായിക്കുന്ന സുവിശേഷത്തിന്റെ ഉദ്ഭവം ദൈവത്തിൽ നിന്നാണ്. സുവിശേഷത്തിന്റെ ഉദ്ഭവം ദൈവത്തിൽ നിന്നായതുകൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നോ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നോ എന്നാണ് 10-ാം വാക്യത്തിൽ നാം വായിച്ചത്. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 11-12, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഇവിടെ നമ്മൾ ഇന്ന് ഈ മെസ്സേജ് ശ്രവിക്കുന്നതില് മെജോറിറ്റി ആളുകൾ വേർപാടുകാരാണ്. ഞാൻ നോൺ ബ്രദറൻ ആരെയും ഈ ലിസ്റ്റില് അങ്ങനെ കാണുന്നില്ല. നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ലെന്ന് ഇവിടെ ഗലാത്യരോട് പൗലോസ് പറയുന്നത് പോലെ തന്നെ കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം, അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് അതിന്റെ ഒറിജിൻ, അതിന്റെ ഉദ്ഭവം മനുഷ്യനിലല്ല. ഈ കേരള വേർപാട് സഭാചരിത്രം എഴുതിയ ഒത്തിരി ആളുകൾ സായിപ്പിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് ആന്റണി നോറിസ് ഗ്രോവ്സ് കേരളത്തിൽ വന്ന് സുവിശേഷം പറഞ്ഞാണ് കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം ഉണ്ടായത് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണ്. കാരണം ഈ സഭാചരിത്രം എഴുതിയിട്ടുള്ള എല്ലാവർക്കും സായിപ്പിന്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, ആന്റണി നോറിസ് ഗ്രോവ്സ് മരിച്ച് അടക്കി 10-40 വർഷം കഴിഞ്ഞാണ് കേരളത്തില് വേർപാട് പ്രസ്ഥാനം വന്നത്. അത് ദൈവാത്മാവിന്റെ ഒരു ഡയറക്റ്റ് പ്രവർത്തനമായിരുന്നു. അപ്പൊ സഭാചരിത്രം നമ്മൾ കഴിഞ്ഞ 2000 വർഷത്തെ സഭാചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗലാത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ദൈവാത്മാവ് ഡയറക്ട്ലി പ്രവർത്തിച്ച് ആളുകൾ സുവിശേഷം മനസ്സിലാക്കി യേശുക്രിസ്തുവിന്റെ അനുയായികളായി മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി വായിക്കുമായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്താണെന്ന് തോന്നുന്നു. അന്ന് എയ്റോപ്ലെയിൻസ് ഒക്കെ വളരെ ചെറുതായിരുന്നു. അങ്ങനെ ഒരു ചെറിയ പ്ലെയിനില് എന്തോ ഒരു ക്രൈസിസ് വന്നു, പ്ലെയിൻ താണുപോയി. അങ്ങനെ വരുമ്പോൾ പ്ലെയിനിന്റെ അകത്തുള്ള പെട്രോൾ പുറത്തു കളയും, അതിൻ്റെ അകത്തുള്ള ലഗേജ് പുറത്തു കളയും. പൈലറ്റ് അതിൻ്റെ അകത്തുള്ള പെട്രോളും മറ്റ് ലഗേജ് എല്ലാം കളഞ്ഞു, എന്നിട്ട് രക്ഷപ്പെട്ടു. ഇത്രയും ഒന്നിലധികം കഥകൾ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം ഒന്നിലധികം ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ പൈലറ്റ് രക്ഷപ്പെട്ടു പോയി.
ഇത് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയായിരുന്നു, മറ്റ് ആളുകളുമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ലാത്തത്. ഇത് കഴിഞ്ഞ് ദശാബ്ദങ്ങൾ കഴിഞ്ഞ് ക്രിസ്ത്യൻ മിഷണറീസ് ആ ഏരിയയിൽ എത്തിയപ്പം അവിടെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ബൈബിൾസ് ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും യേശു ക്രിസ്തുവിന്റെ അനുയായികളുണ്ട്. അവർക്ക് ഒന്നിച്ച് സഭായോഗത്തിനൊക്കെ എങ്ങനെ കൂടണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ ഗ്രാമത്തിൽ യേശു ക്രിസ്തുവിന്റെ അനുയായികളും ബൈബിൾ വായിക്കുന്നവരായിരുന്നു. ഈ ഗ്രാമത്തിൽ ഒരിക്കലും സുവിശേഷം കൊണ്ട് ആരും ചെന്നിട്ടില്ലെന്ന് മനസ്സിലാക്കിയ മിഷണറീസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് സാക്ഷരതയുള്ളൊരു വില്ലേജായിരുന്നു. ആ സാക്ഷര വില്ലേജിൽ പൈലറ്റ് ലഗേജ് ഡ്രോപ്പ് ചെയ്തതിൽ ഒരു പെട്ടി ബൈബിൾസും ഉണ്ടായിരുന്നു. പുസ്തകം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ വീട്ടുകാരും ഓരോന്ന് എടുത്തോണ്ട് പോയി വായിച്ചു. അങ്ങനെ വായിച്ച് അതിൽ വലിയൊരു ഗ്രൂപ്പ് ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുയായികളായി മാറി രക്ഷയിലേക്ക് വന്നു. ഇങ്ങനെയുള്ള ഡസൻ കണക്കിന് സ്റ്റോറീസ് ഉണ്ട്. ദൈവവചനം മനുഷ്യർ പ്രതീക്ഷിക്കാതെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ എത്തി അവിടെയുള്ള ആളുകൾ അത് വായിച്ച് രക്ഷയുടെ അനുഭവത്തിൽ വന്നു. മധ്യപ്രദേശിൽ എനിക്കറിയാം, ഗ്വാളിയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം വന്ന് എന്നെ കണ്ടു. താന് BA പഠിച്ചപ്പം, അന്നത്തെ കാലത്ത് ഫ്രഞ്ച് ഒരു ഭാഷയായിട്ട് എടുക്കാമായിരുന്നു. ഇന്ന് കേരളത്തിൽ ധാരാളം ആളുകൾ ജർമ്മൻ പഠിക്കുന്നില്ല, അന്ന് ഫ്രഞ്ചിന് അതുപോലുള്ള സ്കോപ്പായിരുന്നു. താൻ BA പഠിച്ചപ്പോൾ ഫ്രഞ്ച് പഠിച്ചു തുടങ്ങി. ഫ്രഞ്ച് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഫ്രഞ്ച് ബുക്സ് ഇല്ലായിരുന്നു. താൻ എന്നിട്ട് അന്വേഷിച്ചു പോയി ഫൈനലി ഒരു ഫ്രഞ്ച് പുതിയ നിയമം ലഭിച്ചു. ആ ഫ്രഞ്ച് പുതിയ നിയമം ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി വായിച്ച് താൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു അനുയായി മാറി. തന്റെ വീട്ടുകാരൊക്കെ അക്രൈസ്തവരായതുകൊണ്ട് ആരോടും വിഷയമൊന്നും പറഞ്ഞില്ല. താൻ വേദപുസ്തകം ഫ്രഞ്ച് ലാംഗ്വേജിൽ തന്നെ വായന തുടർന്നു. വിവാഹിതനായി കഴിഞ്ഞപ്പോൾ കുടുംബത്തിലുള്ളവർ അറിയാൻ പാടില്ല, അതുകൊണ്ട് ഭാര്യയെ ഫ്രഞ്ച് പഠിപ്പിച്ചു. ഭാര്യയും ഫ്രഞ്ചിൽ വായിച്ചു, യേശു ക്രിസ്തുവിന്റെ അനുയായിയായി മാറി. മകൻ പ്രായപൂർത്തിയായപ്പോൾ മകനെ ഫ്രഞ്ച് പഠിപ്പിച്ചു. താൻ യേശു ക്രിസ്തുവിന്റെ ഒരു അനുയായിയായി മാറി. വീട്ടിൽ ഒരു ഫ്രഞ്ച് ന്യൂ ടെസ്റ്റ്മെന്റേ ഉള്ളായിരുന്നു. ഇത്രയും വർഷം കൊണ്ട് അതങ്ങ് പഴകി താറുമാറായി. ഒരു പ്രാവശ്യം ഒരു എക്സിബിഷനിൽ ഒരു ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പ് ഇട്ട് എന്നെ വന്ന് കണ്ട് തനിക്കൊരു ഫ്രഞ്ച് ന്യൂ ടെസ്റ്റ്മെന്റ് വേണമെന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ വളരെ ശ്രമിച്ചു. എനിക്ക് 2 ഫ്രഞ്ച് ന്യൂ ടെസ്റ്റ്മെന്റ് കിട്ടി. ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ള മറ്റേത് കണ്ടു കഴിഞ്ഞാൽ പുള്ളി പ്ലീഡ് ചെയ്തു, അതുകൂടി ഇങ്ങ് തരണം എന്നും പറഞ്ഞ്. ഇത് ഒരു മിഷണറി, ഒരു സുവിശേഷകൻ, ഒരു വ്യക്തിയുടെയുമല്ല, ദൈവാത്മാവിന്റെ പ്രവർത്തനമായിരുന്നു. ഇതുപോലെ തന്നെ സഭായുഗത്തിലെ അടിസ്ഥാന ഉപദേശങ്ങൾ ദൈവജനത്തെ അറിയിക്കുവാൻ വേണ്ടി ദൈവാത്മാവ് ശൗൽ എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ച് ഏൽപ്പിച്ചപ്പോൾ, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല.